ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം നോമ്പല്ലേ, നോമ്പ് തുറക്ക് ഉണ്ടാക്കാനും പിന്നെ അതേപോലെ തന്നെ നോമ്പ് തുറ അല്ലാണ്ട് തന്നെ നമുക്കിപ്പോൾ ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഞാനിതുവരെ ഇതാരും യൂട്യൂബിലിട്ട് കണ്ടിട്ടില്ല. എനിക്ക് ഉമ്മയാണത് കാണിച്ചു തന്നത്. അപ്പോൾ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് നോമ്പിന് ഉണ്ടാക്കാറുള്ളതാണിത്. അപ്പോൾ അങ്ങനെ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അധികം സമയമൊന്നും വേണ്ട. നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു തേങ്ങാ ചമ്മന്തിയാണ്. നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കില്ലേ, അതേപോലെ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കണം. ഈ തേങ്ങാ ചമ്മന്തി ഇഷ്ടമുള്ളവർക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടും കേട്ടോ. അതല്ലാത്തവർ ഉണ്ടാക്കണ്ട. തേങ്ങാ ചമ്മന്തി ഇഷ്ടമുള്ളവർക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്ത് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കുറച്ച് മുളക് പൊടി നിങ്ങൾക്ക് എരിവ് വേണം, ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും നമുക്ക് സാധാരണ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇല്ലേ, അതേപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട ഒരു പാത്രത്തേക്ക് ഉടച്ചൊഴിച്ചിട്ട് ഒരു ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് കേട്ടോ, നമ്മൾ മുട്ട ഒന്ന് നമ്മൾ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക. ഓക്കെ, കറക്റ്റ് ആ ഒരു റൗണ്ടായിട്ട് നമ്മൾ പൊരിക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊരിച്ചെടുക്കുക, മറിച്ചൊന്നും ഇടണ്ട, ഇങ്ങനെ തന്നെ ഇട്ട് പൊരിക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ തേങ്ങാ ചമ്മന്തി ഇല്ലേ, അത് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യുക. ഈ മുട്ടയിൽ ഇങ്ങനെ വെതറിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ മുട്ട ഒന്ന് റോൾ ചെയ്യുക. ഇങ്ങനെ മുട്ട റോൾ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. അതൊന്ന് ഒരു കത്തി എടുത്തിട്ട് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുക. ഒരുപാട് വലിയ വലിയ കഷ്ണങ്ങളാക്കണ്ട, ചെറിയ ചെറിയ കഷ്ണം ഇതേപോലെ കട്ട് ചെയ്തും അവിടെ വയ്ക്കാം. ഇങ്ങനത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കണം. അതായത് ഇത് മുക്കി പൊരിക്കാനായിട്ടുള്ള ഒരു ബാറ്ററാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗൾ എടുക്കുക. ഞാനിവിടെ ഒരു കുഞ്ഞി പാത്രമായിട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇല്ലേ, നമ്മുടെ മൈദപ്പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക കേട്ടോ. ഒരുപാട് ലൂസാവുകയും ചെയ്യരുത്, ഒത്തിരി തിക്കാവുകയും ചെയ്യരുത്. ആ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ഈ മാവിനകത്ത് ഇതിങ്ങനെ ഒന്ന് കോട്ട് ചെയ്യുക. ഓക്കെ, എല്ലായിടത്തേക്കും ആ മാവ് എത്തുന്ന രീതിയിൽ അതിനെ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അങ്ങനെ തന്നെ അത് വെച്ചങ്ങ് പൊരിക്കാം. ഓക്കെ, അത് മൈദ ആയത് കാരണം കൊണ്ട് കുറച്ച് നേരം ഇരുന്നൊന്ന് വേവണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വേവില്ല, അപ്പോൾ അത് വയറിന് നല്ലതായിരിക്കില്ല. അപ്പോൾ അത് കാരണം അല്ലെങ്കിലും മൈദ ഇതെപ്പോഴും കഴിക്കണത് നല്ലതല്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാന്നല്ലാണ്ട് സ്ഥിരം ഈ സാധനം കഴിക്കണത് നല്ലതൊന്നുമല്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, തേങ്ങാ ചമ്മന്തിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണില്ലേ, ഉപ്പ് ആഡ് ചെയ്യുന്നത് നമ്മൾ എല്ലാത്തിലും ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം എല്ലാത്തിലും ഒരു നുള്ളായിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഒരുപാട് ഇടരുത്, അല്ലെങ്കിൽ കൂടിപ്പോവും. ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ.